പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ സഭയ്ക്ക് അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത. അതെന്താ ഈ ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത? ആരോഗ്യമില്ലാത്ത ശരീരത്തെക്കുറിച്ചല്ല. ഫിലിപ്പിയ സഭയിൽ ധാരാളം അടിമകളുണ്ടായിരുന്നു. നമുക്കറിയാം, അടിമകൾ സ്വതന്ത്രരോടൊപ്പം നിൽക്കുമ്പോൾ രാവും പകലും തമ്മിലുള്ളതായ വ്യത്യാസം. സൗന്ദര്യമില്ല, ശരീരം മുഴുവനും അടിയുടെ പാടുകൾ. അവർ സഹിച്ചിട്ടുള്ള കഷ്ടതയുടെ പാടുകളാണ് ശരീരത്തെല്ലാം. ഓരോരോ യജമാനന്മാരുടെ കയ്യിൽ കച്ചവടം ചെയ്യപ്പെടുമ്പോഴും അടിമകളെ അതാത് യജമാനന്മാർ തങ്ങളുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ അടയാളം വെച്ച് പച്ചകുത്തും. നെറ്റിയിലും കൈമേലും ദൃശ്യമായ സ്ഥലങ്ങളിലൊക്കെയും പച്ചകുത്തിയിരിക്കുക. ഒരു പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കുന്നത് പോലെ ഒരടിമയെ നോക്കിയാൽ എത്ര പേരുടെ കയ്യിൽ, യജമാനന്മാരുടെ കയ്യിൽ അവർ സേവനം ചെയ്തിട്ടുണ്ടെന്ന് അവരെ നോക്കിയാൽ അറിയാം. ചില അടിമകൾ പച്ചകുത്തിയിട്ടില്ല എങ്കിൽ അവരുടെ ശരീരം തൊലിപ്പുറത്ത് അവർ പോറി മുറിവ് വരുത്തി അതിന്മേൽ അടയാളം കുത്തും. യജമാനൻ ആരെന്ന് അവൻ എവിടെ ഒളിച്ചോടിയിരുന്നാലും അവനെ തിരിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശരീരത്തിലുള്ളതായ പച്ചയും മുദ്രകളും എവിടെ നിന്ന് അവസാനമായി അവൻ അടിമയായി പാർത്തിരുന്നു എന്നൊക്കെ വ്യക്തമായ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡീറ്റെയിൽസ് അവൻ്റെ ശരീരത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ അടിമകൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് പല രീതിയിൽ ചോദിച്ചു, ഞങ്ങൾ സ്വർഗത്തിൽ തേജസ്സുള്ളവരാകുന്നത് എങ്ങനെ? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് ഫിലിപ്പിയ സഭയോട്, ഫിലിപ്പിയയിലുള്ള സഹോദരി സഹോദരന്മാരോട് കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ചെല്ലുമ്പോൾ അവരുടെ ശരീരം എങ്ങനെ പ്രതിഫലിക്കും, എങ്ങനെയുള്ളതായിരിക്കും, അവിടെയും വേർകൃത്യമുണ്ടോ എന്നുള്ളതായ ഒരു ചോദ്യത്തിന് മറുപടി തക്കതായി പൗലോസിന് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ കൊടുക്കേണ്ടി വന്നപ്പോൾ അവരോട് താൻ പറയുന്നതായ കാര്യം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ താൻ എഴുതുകയാണ്. നമ്മുടെ കർത്താവ് അവൻ തനിക്ക് സകലതും കീഴ്പ്പെടുത്തുവാൻ, വിധേയപ്പെടുത്തുവാൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ പരിചാരകനായ അല്ലെങ്കിൽ വേറൊരു ഡോക്ടർക്ക് ഒരു കത്തെഴുതി. അദ്ദേഹത്തോട് തൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു. അനേക നാളുകളായി ഞാൻ രോഗക്കിടക്കയിലാണ്, അടിമയാണ്, വിരൂപമായ ശരീരം, ഞാൻ മരണത്തെ കാത്തു കഴിയുകയാണ്, എനിക്ക് യാതൊരു നിവൃത്തിയും കഴിവും എനിക്കില്ല, ഇനിയും ഒരു ദാസ്യപ്പണി ചെയ്യുവാൻ എന്നിൽ ശക്തിയൊന്നുമില്ല, എങ്ങനെയെങ്കിലും എൻ്റെ ശരീരത്തെ ഒന്ന് ബലപ്പെടുത്തുവാൻ, ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ട സഹായം വൈദ്യൻ ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഒരു വൈദ്യനായ ഒരു ഡോക്ടർക്ക് എത്ര പേരെയാ ലോകത്തിൽ കാണുന്നത്? ആളിനെ കണ്ട് പരിചയമൊന്നും ഓർമ്മയില്ല, മുഖപരിചയം ഓർമ്മയില്ല. പേരുണ്ട്, കാര്യങ്ങളൊക്കെ കണ്ടു, രോഗവിവരങ്ങളൊക്കെ മനസ്സിലായി, ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു വിവരം കിട്ടി. പക്ഷെങ്കിൽ ആരാ? അയാളെ മുഖപരിചയമില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു മറുപടി ഇങ്ങനെ എഴുതുകയുണ്ടായി. അയച്ച കത്ത് ലഭിച്ചു, കാര്യങ്ങളുടെ ഗൗരവമൊക്കെ മനസ്സിലായി. പക്ഷെങ്കിൽ ഇതാരാണ് ഈ കത്ത് എഴുതിയതെന്നൊന്ന് അറിയാൻ ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോയും കൂടെ വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ കത്ത് ഭക്തനായ അടിമയുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഒരു ഫോട്ടോ തനിക്ക് അറിവായ രീതിയിൽ
ലഭ്യമായ രീതിയിൽ ഒരു ഫോട്ടോ പെട്ടെന്ന് ആ വൈദ്യന് അയച്ചു കൊടുത്തു. ആ ഫോട്ടോയോടൊപ്പം ഒരു കുറിപ്പ് എഴുതി വെച്ചു. ഇങ്ങനെയാണ് എഴുതിയത്: ഈ ഫോട്ടോയ്ക്ക് വേണ്ടി എൻ്റെ രൂപത്തെ കാണുന്നതിന് വേണ്ടി എന്നെ തിരിച്ചറിയുവാൻ അല്പസമയം കൂടെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരു നല്ല ഫോട്ടോ ഞാൻ തരാമായിരുന്നു. അപ്പോൾ ആ ഡോക്ടർക്ക് സംശയം, എന്നോട് സൗഖ്യത്തിന് എഴുതിയതായ വ്യക്തി ഇതെന്താ ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ എന്നെക്കാൾ വലിയൊരു ഡോക്ടറുണ്ടോ? ആ ഡോക്ടറെ അടുത്ത് ഇദ്ദേഹം കൺസൾട്ടിങ് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തയായി. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ട് വീണ്ടും കത്ത് മടക്കി അയച്ചു. ആ ഭക്തനായ മനുഷ്യൻ തനിക്ക് കൊടുത്തതായ മറുപടി: അല്ലയോ യജമാനായ ഡോക്ടറെ, അല്പനാളുകൾക്കുള്ളിൽ എൻ്റെ ഈ വിരൂപമായ ശരീരം, താഴ്ചയുള്ള ശരീരം, എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് തുല്യമായ ശരീരമായി രൂപാന്തരപ്പെടും. ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അതിശയിക്കുമായിരുന്നു. ഇത് ഞാൻ തന്നെയാണോ എന്ന് നിങ്ങൾ അതിശയിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇങ്ങനെയുള്ളതായ ഒരു പ്രത്യാശയാണ് ഒരു മനുഷ്യനെ ക്രിസ്തുയേശുവിൽ ബലപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്. ഈ രോഗം വരുമ്പോഴും വേദനകൾ വരുമ്പോഴും ഒക്കെയും നമ്മളെ ഭരിക്കുന്നതായ ഒരു കാര്യം, നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ നാം കാണുന്നതായ രൂപമായ മുഖശൈലി, മുമ്പുണ്ടായിരുന്നതായ ആ ആരോഗ്യത്തിൽ നിന്നൊക്കെ വ്യത്യാസമായി ഒരു ശരീരത്തിൽ ഒരു ബലഹീനത, കണ്ണെല്ലാം താണു, കവളെല്ലാം മുട്ടി, അയ്യോ കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോകും. ഇതാണ് വലിയ രോഗം. ഈ രോഗത്തിൽ നിന്നൊരു വിടുതൽ, അതൊരു സമ്പൂർണമായ വിടുതലായിരിക്കും. എന്നാൽ കർത്താവ് നിമിത്തം അനുഭവിച്ചതായ പാടുകളെ കണ്ണാടിയിൽ കാണുമ്പോൾ അവിടെ പ്രത്യാശ വർദ്ധിക്കും, ആശ വർദ്ധിക്കും. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ വെച്ചൊന്നും ഈ പാടുകളും ഈ അടയാളങ്ങളും മാറത്തില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർ അപ്പോസ്തലനായ പൗലോസ്, ഞങ്ങളുടെ പുരോഹിതൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിന്റെ വ്യാപാര ശക്തിയാൽ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമായി മാറ്റുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ പ്രതിച്ഛായയ്ക്ക് മഹത്വം വരുന്നതായ, തേജസ് ലഭിക്കുന്നതായ, കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപമായി എൻ്റെ മുഖം മാറും. നമ്മുടെ മുഖഛായയാണ് നമ്മെ കൂടുതലും രോഗിയാക്കുന്നത്. നമ്മുടെ മുഖത്തിൻ്റെ പ്രത്യക്ഷതയാണ് നമ്മെ കൂടുതൽ അവശരാക്കുന്നത്. ജീവിതത്തിൽ വ്യാകുലതകളും പ്രശ്നങ്ങളും വ്യാധികളും ഒക്കെ പൊങ്ങി വരുന്നതിൻ്റെ കാരണം, അതിൻ്റെ ആധിക്യം നമ്മളെ പലപ്പോഴും കീഴടക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മുഖത്തെക്കുറിച്ചുള്ളതായ ഒരു വ്യാകുലതയാണ്. എന്നാൽ ക്രിസ്തുയേശുവിൽ മുഖപ്രകാശ രക്ഷയെക്കുറിച്ചുള്ളതായ ഒരു പ്രത്യാശ, ഒരു വാഗ്ദത്തം ലഭിച്ച വ്യക്തി, അവൻ ക്ഷീണിതനാകുമ്പോൾ, അവൻ കലശലായ രോഗബാധിതനാകുമ്പോൾ ഒരു ദിവസം അവന് വരുന്നതായ രൂപാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ച് അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷമുണ്ടാകും. അവനറിയാതെ സൗഖ്യം അവനിലേക്ക് ഇഴഞ്ഞു കയറുന്നതായ ഒരനുഭവം ഉണ്ടാകും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം. പ്രിയരേ, ഒരു പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മെ തൊട്ട് പെട്ടെന്നൊരു ബോംബ് പൊട്ടുന്നത് പോലെ പെട്ടെന്ന് നമുക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നതല്ല. നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുന്നതായ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാമിനെ കുറിച്ച് എബ്രായ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, കൈപ്പണിയല്ലാത്ത ദൈവം താൻ ശില്പിയായി സൃഷ്ടിച്ച, കൈപ്പണിയല്ലാത്ത, വെന്തുപോകാത്ത, കെട്ടുപോകാത്ത ഒരു ഭവനം സ്വർഗത്തിൽ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അബ്രഹാം സമ്പന്നനെങ്കിലും കൂടാരത്തിൽ മാത്രമേ പാർക്കുവാൻ ആഗ്രഹിച്ചുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? നോഡിയിടയിൽ ഒരു വരുന്നതായ ഒരു വ്യത്യാസത്തെക്കുറിച്ച് അബ്രഹാമിന്
വളരെ മുൻപ് തന്നെ ഒരു പ്രത്യാശയുണ്ടായി. നിമിഷ നേരത്തിനുള്ളിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഈ വെന്തുപോകുന്ന കൂടാരങ്ങളൊക്കെയും അഴിഞ്ഞു പോകും. കൈപ്പണിയല്ലാത്തതായ ഒരു കൂടാരം സ്വർഗത്തിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അതാണ് പറയുന്നത്. മൺമയമാകുന്നതായ ഈ ശരീരം അഴിഞ്ഞു പോയിരുന്നാലും ശരി, വിൺമയമായ ഒരു ശരീരം നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവരും, ആശ്വാസം കൊണ്ടുവരും. ഉയിർപ്പിൻ്റെ ആത്മാവിനെ ത്വരിതപ്പെടുത്തി നമ്മുടെ ശരീരത്തിൽ ആവസിക്കുമാറാക്കും. ഈ ത്വരിതമായ ഒരു ആവാസമാണ്, അല്ലെങ്കിൽ ഒരു വ്യാപാരമാണ് നമ്മുടെ ജീവിതത്തിൽ തളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നമ്മെ ഉന്തി തള്ളിവിടുന്നത്. ക്രിസ്തീയ ജീവിതം വളരെ മർമ്മപ്രധാനമായ ജീവിത രഹസ്യങ്ങളടങ്ങിയ തത്വങ്ങളാണ്. ഇതൊരു നേരം പോക്കല്ല. ഇത് വെറും വാക്കുകളാൽ വിവരിച്ച് നിങ്ങളെ ആശിപ്പിക്കുന്ന കാര്യമല്ല. ഈ വിധത്തിൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രായോഗികമായി നമുക്ക് അനുവർത്തിക്കുവാൻ കഴിയുന്ന ഒരു മർമ്മ രഹസ്യമാണ്. ഇതൊരു വിലയേറിയ മർമ്മമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവീയ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിച്ചു? നമ്മുടെ ജീവിതത്തെ വ്യാകുലപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതും ചിന്താഭാരമുള്ളതാക്കുന്നതുമെല്ലാം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ നാം കണ്ട് 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 മനമടുക്കുന്നത് കൊണ്ടാണ്. ഇന്നു മുതൽ ഈ തിരുവചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ കടമഴിയായി കാണുന്നു. അപ്പോൾ നമ്മൾ മുഖാമുഖമായി കാണും. എന്താണ് ഈ മുഖാമുഖമായി കാണുന്നത്? നമുക്ക് ദൈവം തരുന്നതായ തേജസ്സുള്ള ശരീരത്തെ മുഖാമുഖമായി, കർത്താവിനെ കാണുന്ന കാര്യമല്ല കർത്താവ് പറഞ്ഞു, പൗലോസ് പറയുന്നത്, നമുക്ക് ലഭിക്കുവാനുള്ള ശരീരത്തെ മുഖാമുഖമായി നമ്മൾ കാണും. ഇപ്പോഴത് കടവഴിയാ, അപ്പോൾ അത് വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ്. ദൈവം കർത്താവിൽ കൂടെ തൻ്റെ പുത്രനിൽ കൂടെ മനുഷ്യന് ചെയ്യുന്നതായ വാഗ്ദത്തം അതാണ്. താഴ്ചയുള്ള ശരീരത്തെ ഞാൻ രൂപാന്തരപ്പെടുത്താം. എനിക്ക് വിധേയമാകുന്ന ഒരു ശരീരം നിങ്ങൾ എനിക്ക് തരുമെങ്കിൽ, ഒരാത്മാവ് നിങ്ങൾ എനിക്ക് തരുമെങ്കിൽ, ഞാനതിനെ വിധേയപ്പെടുത്തി താഴ്ചയുള്ള ശരീരത്തെ ഞാൻ മഹത്വമുള്ള ശരീരമാക്കി മാറ്റാം. ദൈവത്തിന് സ്തോത്രം. ആരോഗ്യമായ ഭക്തൻ ഡോക്ടറെ അയച്ചതായ കത്ത് പോലെ അല്പം കൂടെ എനിക്ക് സമയം തന്നിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു ഫോട്ടോ തരുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ നാരികൾ ഇറങ്ങി വരട്ടെ. ആ നാരികൾ നമ്മളെ ബന്ധിക്കട്ടെ. ആ നാരികളാൽ നാം കെട്ടപ്പെട്ടവരാകട്ടെ. ആ നാരികൾ നമ്മളെ ഒരു ദിവസം സ്വതന്ത്രരാക്കും. നാം തേജസ്സിനെ പ്രാപിക്കും. നമ്മുടെ കഷ്ടത മാറും, നമ്മുടെ വ്യാകുലത മാറും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഷ്ടത മാറും. കുടുംബത്തിൽ നാം അനുഭവിക്കുന്ന, ദേശത്ത് അനുഭവിക്കുന്ന, ജീവിതയാത്രയിൽ അനുഭവിക്കുന്ന യാതനകളുടെയും കഷ്ടതയുടെയും വേദനയുടെയും ഒക്കെ മർമ്മം, പിടിപാട് നമ്മളിൽ പിടിമുറുക്കുന്നതായ അവന്റെ ഫലുകൾ എന്താണെന്നറിയാമോ? താഴ്ചയുള്ള ശരീരത്തെ കുറിച്ചുള്ള ആകുലതയാണ്. ഇല്ല, ക്രിസ്തുവിൽ കൂടെ ഒരു മഹത്വമുള്ള ശരീരം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ആ ശരീരത്തെ അതിൻ്റെ തേജസ്സോടെ കാണുവാൻ തക്കവണ്ണം, മുഖാമുഖമായി കാണുവാൻ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവരെയും കർത്താവ് ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തമായി നൽകുമാറാകട്ടെ. അവകാശികളാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.